അങ്ങ് ദൂരെ നേപ്പാളിലെ ഹിമാലയൻ മലനിരകളിൽ തണുത്തുറഞ്ഞ ഒരിടമുണ്ട്. അതാണ് ഗോസായിക്കുണ്ട് എന്ന പുണ്യ തടാകം. ഈ തടാകം എങ്ങനെയുണ്ടായി എന്നറിയണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു വലിയ കഥ അറിയണം. സമുദ്രമന്ഥൻ ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃതിനു വേണ്ടി പാലാഴി കടഞ്ഞു. എന്നാൽ ആ സമയം അതിശക്തമായ കാളകൂട വിഷം പുറത്തു വന്നു. ആ വിഷം ലോകത്തെ മുഴുവൻ നശിപ്പിക്കുമെന്ന് എല്ലാവർക്കും മനസ്സിലായപ്പോൾ ലോകത്തെ രക്ഷിക്കാൻ വേറെ വഴിയില്ലാതെ കാരുണ്യമൂർത്തിയായ മഹാദേവൻ ആ ഹലാഹലം മുഴുവൻ അദ്ദേഹം കുടിച്ചു. എന്നാൽ ആ വിഷം ഭഗവാന്റെ ഉദരത്തിൽ പോകാതെ മാതാ പാർവതി മഹാദേവന്റെ കഴുത്തിൽ മുറുകെ പിടിച്ചു. തുടർന്ന് ആ ഭയാനകമായ വിഷം ഭഗവാന്റെ കഴുത്തിൽ നിന്നു. വിഷം കഴുത്തിൽ പിടിച്ചു നിർത്തിയെങ്കിലും അതിന്റെ ചൂടും എരിച്ചിലും കാരണം മഹാദേവന് അസഹനീയമായ വേദനയുണ്ടായി. ആ വേദന സഹിക്കാൻ വയ്യാതെ മഹാദേവൻ ഹിമാലയത്തിലെ മഞ്ഞുമലകളിലേക്ക് യാത്രയായി. ഹിമാലയത്തിലെത്തിയപ്പോൾ ഭഗവാൻ ശിവന് ആകെ ദാഹിച്ചു. ഭഗവാന്റെ കഴുത്ത് നീറുന്നുണ്ടായിരുന്നു. എവിടെയും ജലമില്ല. വേദന ശമിപ്പിക്കാൻ തണുത്ത ജലം കൂടിയേ തീരൂ. അങ്ങനെ മഹാദേവൻ അവിടെ വെച്ച് അദ്ദേഹം തന്റെ ത്രിശൂലം ഉപയോഗിച്ച് ഒരു പാറയിൽ ഇടിക്കുകയും അതിൽ നിന്ന് പുറപ്പെട്ട ജലധാരകൾ ഒരു വിശുദ്ധ തടാകം സൃഷ്ടിക്കുകയും ചെയ്തു. അതാണ് ഗോസായിക്കുണ്ട്, അതായത് വിശുദ്ധന്റെ തടാകം. മഹാദേവൻ ആ തണുത്ത പരിശുദ്ധമായ ജലം കുടിച്ച് തന്റെ വിഷത്തിന്റെ ചൂടും വേദനയും ശമിപ്പിച്ചു. എന്നാൽ ഈ തടാകത്തിന്റെ രഹസ്യം ഇവിടെ അവസാനിക്കുന്നില്ല. ഇതേ ഹിമാലയൻ മേഖലയിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ അകലെ കാഠ്മണ്ഡു താഴ്വരയുടെ അടിവാരത്ത് മറ്റൊരു അത്ഭുതമുണ്ട്. ഭൂഡ നീലകണ്ഠ ക്ഷേത്രം. ഇവിടെ ഏതാണ്ട് 5 മീറ്റർ നീളമുള്ള ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഒരു വലിയ മഹാവിഷ്ണു പ്രതിമയുണ്ട്. എന്നാൽ വിഷ്ണു ഭഗവാൻ പാലാഴിയിൽ എന്ന പോലെ സർപ്പരാജാവായ ശേഷ്നാഗന്റെ മുകളിൽ ശാന്തമായി ശയിക്കുകയാണ്. മഹാവിഷ്ണു ഇവിടെയാണ് ഉറങ്ങുന്നതെന്നാണ് വിശ്വാസം. ഗോസായി കുണ്ടിനെയും ഭൂഡ നീലകണ്ഠികയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രഹസ്യം പ്രാദേശിക വിശ്വാസം അനുസരിച്ച് മഹാദേവന്റെ ത്രിശൂലത്തിൽ നിന്ന് പുറപ്പെട്ട ഗോസായി കുണ്ടിലെ ആ തണുത്ത വിശുദ്ധ ജലം ഭൂമിക്കടിയിലെ രഹസ്യ പാതകളിലൂടെ ഒഴുകി നേരിട്ട് ഭൂഡ നീലകണ്ഠയിലെ വിഷ്ണു ശയിക്കുന്ന ആ തടാകത്തിൽ എത്തുന്നു. ഇതിന്റെ തെളിവായി വിശ്വാസികൾ പറയുന്നത് എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിൽ ഗോസായി കുണ്ടിൽ ജനായി പൂർണിമ എന്ന ഉത്സവം നടക്കുമ്പോൾ ഭൂഡ നീലകണ്ഠയിലെ വിഷ്ണു പ്രതിമ ഇരിക്കുന്ന തടാകത്തിലെ ജലം പാൽ പോലെ വെളുത്ത നിറമായി മാറുമത്രേ. അതായത് നീലകണ്ഠനായ ശിവന്റെ തണുപ്പും വിശുദ്ധിയും ക്ഷീരസാഗരത്തിൽ ശയിക്കുന്ന വിഷ്ണു ഭഗവാന്റെ അടുത്തേക്ക് എത്തുന്നു. ഒരിടത്ത് വിഷമകറ്റാൻ തടാകമുണ്ടാക്കിയ ശിവനും മറ്റൊരിടത്ത് അതേ ജലത്തിൽ ശയിക്കുന്ന വിഷ്ണു ഭഗവാനും. ഇങ്ങനെ 2 ദൈവങ്ങളും ഈ പുണ്യ ജലത്തിലൂടെ ഒന്നായി ബന്ധിക്കുന്നു. കഥ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹർ ഹർ മഹാദേവ്. ഓം നമോ ഭഗവതേ വാസുദേവായ.